കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അമ്മ പരിശുദ്ധ ദേവമാതാവ്, സഞ്ചാരി മാതാവ്, സമയത്തിന് അധികാരി, നിൻ്റെ കൂടെ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും നിന്നെ അകമ്പടി സേവിച്ചുകൊണ്ട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിശ്വാസം തണുത്തുപോയവരുണ്ടാകും. അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും, ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ, സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പല പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, പല ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം ഇതാണ് എന്നോട് തന്നെ. കാര്യം ലവ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലവ് ആണ് വേണ്ടത് ശരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, അപ്പോസ്തലന്മാർ ഉറങ്ങിയില്ലേ ഗെത്സമേനിൽ, അവിടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ലവ് വർക്ക് ചെയ്യുന്നുണ്ട്. മത്തായി 26:41 ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ശരീരം ബലഹീനമാണ്. എന്താ സംഭവിച്ചാൽ അവിടെയും ഈ ശരീരത്തിൻ്റെ വിഷയമാണേ. അതും ഇത് ഭക്ഷണം, മറ്റത് വിശ്രമം. ഈ ഭക്ഷണത്തെയും വിശ്രമത്തെയും ചില സമയത്ത് നമ്മൾ ബലഹീനമായ ശരീരം ചിലപ്പോൾ കൽപ്പനകൾ ലംഘിക്കണ കാണാം. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കർക്കശമുള്ള റബി ആയിട്ട് ഈശോ മരണില്ല. മറിച്ച് എന്താണ് അവർ പറയും, നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ, എഴുന്നേൽക്ക്, ആത്മാവ് സന്നദ്ധമാണെന്ന് എനിക്കറിയാം. അത് അണ്ടർസ്റ്റാൻഡിങ്, ശരീരം ബലഹീനവും. അപ്പോൾ വക്രത്തിൽ പോലും ഈശോ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. ഈ ഈശോനെയാണ് നമ്മൾ ലോകത്തിന് കൈമാറണമെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാവും. ഇനി ഈ മനുഷ്യരാശിക്ക് വേണ്ടി ഈശോ മരിക്കും. അതാണ്. അപ്പോൾ വെറുതെ ഒരു ആശയപരമായ സ്നേഹമല്ല, വളരെ പ്രായോഗികമായ. അതാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയടക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നൊക്കെ പറയണില്ലേ. യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാണ് ഈശോ. ഈ ഈശോനെ കൈമാറണമെന്നാണ് മറ്റുള്ളവരും ആ ദൈവസ്നേഹം അനുഭവിക്കണമെന്ന് മാത്രമാണ് കൃപാസനം ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഈശോനെ കൈമാറാൻ നിങ്ങളുടെ സ്റ്റാറ്റസ്, ചില ആൾക്കാർ ജീവിതകാലം മുഴുവനും സ്റ്റാറ്റസിന് വേണ്ടി ജീവിക്കുന്നവരില്ലേ. ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസാണേ.
ഏറ്റവും വലിയ പ്രലോഭനം. നമ്മളവർക്കും സെക്സാണ്, അധികാരമാണെന്നൊക്കെ പറയല്ലേ, പക്ഷേ സ്റ്റാറ്റസാണ് ഏറ്റവും വലിയ പ്രലോഭനം.